ഹായ് ഹലോ കൂട്ടുകാരെ, ദേവോസ് ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ പച്ചക്കറിയുടെ വിളവെടുപ്പ് നോക്കുമ്പോൾ ഇന്ന് കണ്ടു വഴുതനങ്ങയൊക്കെ ചൂട് കാരണമാണ് ഇതങ്ങനെ മൂത്ത് മഞ്ഞ കളറായതല്ല, ചൂട് കൊണ്ട് ഈ രീതിയിൽ എല്ലാം കളറ് വന്നിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കളറ് മാറിയതും ഇനി മാറാനിരിക്കുന്നതായിട്ടുള്ളതിനൊക്കെ ഒന്ന് എടുത്തു. അപ്പം ഇത്രയും വഴുതിന കിട്ടി. ഉണ്ടോ കത്തിരി, ഇതിൽ ഒന്ന് രണ്ടെണ്ണം ഇന്നലെ കിട്ടിയതാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഉണ്ടോ ഇങ്ങനെ വാടും, പെട്ടെന്ന് തന്നെ വാടും, ചൂടല്ലേ, അത്ര ചൂടാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 4 പയറും കിട്ടിയിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്കുണ്ട് ആവശ്യത്തിന്, നമുക്ക് ഇന്നയ്ക്കും ഇന്ന് സാമ്പാറിനും മെഴുക്കുവരട്ടിക്കുള്ള വെണ്ടയ്ക്കയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ സന്തോഷം. കൂടാതെ നമുക്ക് പാവയ്ക്ക വല്ലപ്പോഴും ഒന്നൊക്കെ കിട്ടുള്ളൂ. അപ്പം നമ്മുടെ പാവയ്ക്കയിലിപ്പോൾ പുതിയ വെച്ച തൈകളിൽ കിട്ടിയിട്ടുള്ള പാവയ്ക്കയാണ്. ഇതിന് മുൻപും പാവയ്ക്ക കിട്ടി, അതായത് ഈ കുറി വെച്ച പാവലിൽ നിന്ന് ഫസ്റ്റ് ടൈം പാവലെടുത്തു കറി വെച്ചു. ഇത് സെക്കൻഡ് ടൈമാണ്. ചീരയും അങ്ങനെ ഇന്ന് 2 മുറത്തിലായിട്ട് ഇത്രയും പച്ചക്കറികൾ നമുക്ക്. ഇന്നലത്തെ വളരെ കുറച്ച് വഴുതിന, അതായത് ഈ ചെറിയ ടൈപ്പ് വഴുതിന എടുത്തായിരുന്നു, അതിങ്ങനെ വാടിയിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിട്ടും വാടി. പിന്നെ ഇത്രയും വഴുതനകളും അതുപോലെ വെണ്ടയ്ക്കയും പയറും പാവലും ചീരയൊക്കെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ സന്തോഷം. കറിവേപ്പിലയുണ്ട്, നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഓടിക്കും തോറും നമുക്ക് 2 പോട്ടിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് വലിയ പോട്ടാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കിട്ടും. ഒടിച്ചെടുക്കും തോറും അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സന്തോഷം. പിന്നെ നമ്മൾ പറയണ പോലെ തന്നെ നമുക്ക് യാതൊരുവിധ ഇംഗ്ലീഷ് വളങ്ങളും നമ്മൾ ആഡ് ചെയ്യാറില്ല. നമ്മുടെ പച്ചക്കറി വേസ്റ്റ്, കഞ്ഞിവെള്ളം, മീൻ കഴുകിയ വെള്ളം എല്ലാം ഒഴിച്ച് വെച്ച് വളമാക്കി നമ്മൾ അതിന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 ആഴ്ച സമയം വെച്ചേക്കും. എന്നിട്ട് അതിൽ നിന്നിങ്ങനെ ഊറ്റിയെടുത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് വരുന്ന വേസ്റ്റിനെ നമ്മൾ മണ്ണിലിട്ട് പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പച്ചക്കറി മാലിന്യങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആക്കി മാറ്റാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ അത് ഒഴിച്ചു വയ്ക്കുന്നിടത്ത് അല്പം സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു ആത്മവിശ്വാസത്തോടുകൂടെ നമ്മുടെ പച്ചക്കറി മാലിന്യമോ അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ബയോ ആയിട്ടുള്ള അഴുകിപ്പോകുന്ന വേസ്റ്റുകളെ കൊണ്ടൊന്നും മറ്റൊരാൾക്കും ശല്യം ഉണ്ടാകാത്ത തരത്തിൽ തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതുപോലെ കോർപ്പറേഷനിലുള്ളവർ വന്ന് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റും കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആ രീതിയിലാണ്. അപ്പോൾ നമുക്ക് പച്ചക്കറികൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പം ഉണ്ടാകുന്ന സന്തോഷം, നമുക്ക് മെഴുക്കുവരട്ടി വയ്ക്കാനോ തീയൽ വയ്ക്കാനോ ഒന്നിനും തന്നെ പച്ചക്കറികൾ ഇതുപോലെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇത്തരം പച്ചക്കറികളൊന്നും നമുക്ക് ഈ കിട്ടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് വാങ്ങിക്കേണ്ടി വരാറില്ല. പിന്നെ സീസണായിട്ടുള്ള കാബേജ്, ക്യാരറ്റൊക്കെ വല്ലപ്പോഴും ഇടാറുണ്ട്. ഇപ്പോൾ കൂർക്ക നട്ടിട്ടുണ്ട്, മധുരവള്ളിക്കിഴങ്ങ് നട്ടിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. മഞ്ഞളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരോ സമയത്ത് കിട്ടുന്ന ചെടികളുടെ ലഭ്യതയ്ക്കനുസരിച്ച് നമ്മൾ ഗ്രോ ബാഗുകളിലും പോട്ടിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പച്ചക്കറി വിളവ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് ഞങ്ങളിത്തിരി നേരത്തെ പോയി ഇതൊക്കെ എടുത്ത് വന്നതാണ്. ഇന്ന് ഇലക്ഷൻ റിസൾട്ടാണ്. ഇനി അത് കാണാൻ കാപ്പിയും കുടിച്ച് ടി വിയുടെ മുന്നിലിരിക്കണം. എന്തായാലും നമ്മൾ വോട്ട് കൊടുത്തവരുടെ കണ്ടീഷൻ എന്തായെന്നൊക്കെ നമുക്കറിയണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു, ആരോഗ്യവാന്മാരും ആരോഗ്യവതികളായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടെ ഇതുപോലെ പച്ചക്കറികൾ ഉണ്ടാക്കാൻ എൻ്റെ ഈ ഓരോ വീഡിയോ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ തരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു റിക്വസ്റ്റായിട്ട് കാണണം. ഓക്കെ, താങ്ക്സ് ഫോർ യു.